കോച്ച് ഒരു വലിയ സ്ഥാപനത്തിൻ്റെ CEO ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ CEOസിനെ ഗൈഡ് ചെയ്യുന്നൊരു മെൻറ്റർ ആണ് കോച്ച് ഇപ്പോൾ. സോ ആ ഒരു ജേണി ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊരു ജേണിയാണ്. ആ ജേണിയിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടോ? സ്ട്രഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു സ്ട്രഗിളാണ് ലിയോ. അതായത് ഞാൻ ഈ CEO ഒന്ന് മാറിയിട്ടൊരു മെൻറ്റർ റോളോട്ട് വന്നപ്പോൾ പല ആൾക്കാർ, ഈവൻ എന്നെ അറിയാവുന്ന ആൾക്കാർ പലരും ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ വലിയൊരു സ്ഥാപനത്തിൻ്റെ CEO ആക്കിയിട്ട് ഇരുന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ പിന്നെ ഒരു മോട്ടിവേറ്ററായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിസിനസ് കോച്ച്, ഒരു മെൻറ്റർ എന്ന് പറയുന്നത് മോട്ടിവേഷനാണ് എന്നൊരു പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട്, റൈറ്റ്? അപ്പം ഇത് ഞാൻ പലപ്പോഴും പല ആൾക്കാരായിട്ട് എനിക്ക് അടുത്തറിയാവുന്ന എൻ്റെ ഫാമിലി ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ ഇപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഒരു മോട്ടിവേറ്ററായിട്ട് മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഈ മെൻറ്ററിങ് എന്ന് പറയുന്ന സംഗതി ഒരു മോട്ടിവേഷനായിട്ടാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോന്നും ഓരോ രീതിയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, റൈറ്റ്? അതുപോലെ തന്നെ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? ഓരോ ബിസിനസ്സിലോട്ടും ഇറങ്ങിച്ചെന്ന് അല്ലേ, അവർ ബിസിനസ് ഓണറെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്ത് സിസ്റ്റംസ് വേണം, എന്ത് സ്ട്രാറ്റജി വേണം, അവർ നെക്സ്റ്റ് ലെവലിലോട്ട് ഗ്രോത്തിലോട്ട് പോകാൻ, അവർക്ക് അടുത്ത ലെവലൊക്കെ മേ ബി അവർക്ക് എക്സ്പാൻഷൻ സ്ട്രാറ്റജി വേണം, അവർക്ക് ഫണ്ട് റൈസിങ് വേണം. ഇങ്ങനെ അവരൊരു തിങ്കിങ് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംഗതി, അതായത് നമ്മുടെ ഒരു മോട്ടിവേറ്റർ ആണ്. ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോശം കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ സമയത്തും ഒരു സമയത്ത് നമ്മളെല്ലാവരും മോട്ടിവേറ്റേഴ്സ് അല്ലേ, നമ്മൾ ആരെങ്കിലൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു സംഗതി, ഒരു പെർസെപ്ഷൻ ഗ്യാപ്പ് പലപ്പോഴും തുടക്കത്തിൽ എനിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സംഗതിയായിട്ട് ഞാൻ മോട്ടിവേറ്റർ ആണോ എന്നുള്ളൊരു സംഗതി എനിക്ക് തോന്നുമായിരുന്നു, റൈറ്റ്? അപ്പം ഡെഫിനറ്റ്ലി മോട്ടിവേഷൻ വേണ്ടതാണ്. പക്ഷേ മോട്ടിവേഷൻ കൊണ്ട് മാത്രം എന്താവില്ല, ബിസിനസ് വളരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സിന് അത്യാവശ്യം മോട്ടിവേഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അവരെ ബിസിനസ് നിൽക്കില്ല. അവരെന്ത് ചെയ്യും? അവർ കംഫർട്ടായിട്ടൊരു 9 to 5 ജോലിക്ക് പോകാമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷനാണ്, ക്ലാരിറ്റിയാണ്, ദേ ലുക്കിംഗ് ഫോർ എ തിങ്കിങ് പാർട്ട്ണർ. അപ്പം ആ രൂപത്തിലുള്ള ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർസെപ്ഷൻ ഗ്യാപ്പ് എനിക്ക് വല്ലാത്തൊരു ചലഞ്ചായിട്ട് തോന്നി. കാരണം നമ്മളൊരു ബിസിനസ് കോച്ച് എന്ന് പറയുമ്പോൾ ആളുകൾ മനസ്സിൽ വരുന്നത് ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മൈക്ക് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, യു കാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ലാപ്പൊക്കെ അടിച്ച്, അതാണ് ആളുകളുടെ ഒരു കോച്ച് എന്ന് പറയുമ്പോൾ ആളുകളുടെ മൈൻഡിലേക്ക് വരുന്നത് അതാണ്. പക്ഷെ നമ്മളൊരു ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരൊരു തിങ്കിങ് പാർട്ട്ണർ, അവർക്ക് കാണാൻ പറ്റാത്ത ചില സമയത്ത് ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും, അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ക്ലാരിറ്റി കൊടുക്കുന്നുണ്ടാവും, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ചില സമയത്ത് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, ചില സമയത്ത് നമ്മൾ അവരെ ചാലഞ്ച് ചെയ്യുന്നുണ്ടാവും, ചില സമയത്ത് നമ്മൾ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും, റൈറ്റ്? ചില സമയത്ത് അവർക്ക് എന്ത് സിസ്റ്റമാണ് വേണ്ടത്, ചില സമയത്ത് അവർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ചില സമയത്ത് നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഈ ഒരു പ്രശ്നം ഞാൻ മേ ബി ഒരു 2008-10 എക്സ്പീരിയൻസ് പ്രോബ്ലം ആയിരിക്കും, നമുക്കത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ആ രീതിയിൽ അവരെ സ്കെയിലപ്പ് ചെയ്യുന്ന ഒരു ഗൈഡായിട്ടാണ്, ഒരു മെൻറ്ററായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ ആണെന്നുള്ളൊരു ധാരണ പതുക്കേണ്ടത്. അതിന് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ഇപ്പോഴും ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിനാ ആ ഒരു ജോലിയൊക്കെ വിട്ടിട്ട് മോട്ടിവേറ്റർ എന്ന് പറയുന്നത്? ഇപ്പോഴും ഐ ജസ്റ്റ് നൗ ഐ എൻജോയ് ഇറ്റ്, റൈറ്റ്?